ഈ മഹല്ലത്തുകളിലെ ഇമാമിങ്ങളോട്, അവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളോട് നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ എത്രയോ കേസുകളാണ് മഹല്ലത്തിൽ കെട്ടിക്കിടക്കുന്നത്. കുടുംബ ബന്ധങ്ങൾ ശൈഥല്യപ്പെട്ടത്, ദാമ്പത്യ ജീവിതത്തിൽ പ്രയാസമുണ്ടായത്, നിസ്സാരമായ വിഷയങ്ങൾ അത് വലിയ പർവ്വതീകരിച്ച് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, എല്ലാ ദിവസവും ഭാര്യമാരുടെ അടുക്കലേക്ക് അസർ നിസ്കരിച്ചിട്ട് പ്രവാചകൻ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങും. ജന്നത്തുൽ ബഖീ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയുടെ പരിസരത്തുള്ളതാകുന്ന ആ പരിശുദ്ധമാക്കപ്പെട്ട ജന്നത്തുൽ ബഖീയിൽ പ്രവാചകൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഭാര്യമാരും അവിടെയാണ്. ഖദീജ ബീവിയും മൈമൂന ബീവിയും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാര്യമാരും അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടെ. അള്ളാഹുവർക്ക് എല്ലാവർക്കും ദറജ ഉയർത്തുമാറാവട്ടെ. ആ ഭാര്യമാരുടെ അടുക്കൽ പോയി പ്രവാചകൻ എല്ലാ ദിവസവും അസർ കഴിഞ്ഞ് അവരുടെ അടുക്കൽ ചെല്ലും, ആവശ്യങ്ങൾ ചോദിക്കും, അത് പൂർത്തീകരിച്ചു കൊടുക്കും. ഒറ്റ ദിവസം മുടക്കൂല. കാന എന്ന പദം ദവാമിനെ കുറിക്കുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നു. നിത്യമായി ചെയ്തിരുന്ന ഒരു പ്രവണതയായിരുന്നു. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ നിത്യമായി ദായിമായി മുടങ്ങാതെ ചെയ്തിരുന്ന പ്രവർത്തനമാണ്. അസർ നിസ്കരിച്ചാൽ ഭാര്യമാരുടെ അടുക്കൽ പോകും, എന്നിട്ട് അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കും. സാധനം വല്ലതും വാങ്ങാനുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കും. ഫയദ്നു മിൻഹുന്ന, അവരോട് ചേർന്നിരിക്കും ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇന്നത്തെ തലമുറയിൽ ഈ ചേർന്നിരിപ്പ് ഇല്ലാതെ പോയിപ്പോയി, അകൽച്ചയായിപ്പോയി. വിവാഹം കഴിച്ച് 2 ആഴ്ച അല്ലെങ്കിൽ 3 മാസം പുതുമണവാളനും പുതുമണവാട്ടിയും ചമഞ്ഞ് നിലകൊള്ളുന്നു. 1 വർഷങ്ങൾക്കിപ്പുറം ഒരു കുട്ടിയായി കഴിയുമ്പോൾ പിന്നെ അവർക്കിടയിൽ വിള്ളലുകൾ വരികയാണ്. ഭാര്യയും ഭർത്താവും 2 ധ്രുവത്തിലേക്ക് തിരിഞ്ഞു കിടക്കുന്ന അവസ്ഥ. ഒരല്പം കൂടി കഴിഞ്ഞാൽ, ഒരു 5 വർഷം കൂടി കഴിഞ്ഞാൽ ഒരു റൂമിൽ തന്നെ 2 ബെഡിട്ട് കിടക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ 2 കട്ടിൽ വരുന്ന അവസ്ഥ. 15 കൊല്ലത്തിനപ്പുറം വാപ്പ എവിടെ ഉമ്മ എവിടെയെന്ന് ചോദിച്ചാൽ തൊട്ടപ്പുറത്തെ റൂം ചൂണ്ടിക്കാണിക്കുന്ന അവസ്ഥ. 63 വയസ്സ് വരെ പ്രവാചകൻ കുടുംബജീവിതം നയിച്ചു. അവസാന നാളുകൾ എണ്ണപ്പെട്ട് കഴിയുമ്പോൾ പ്രവാചകൻ തന്നെ മറ്റുള്ള ഭാര്യമാരുടെ അടുക്കൽ വന്നുകൊണ്ട് അനുവാദം തേടുകയാണ്. ഇനിയുള്ള കുറഞ്ഞ നാളുകൾ എൻ്റെ അവസാന നാളുകളാണ്, എണ്ണപ്പെട്ടതാകുന്ന ദിനരാത്രങ്ങളാണ്. എനിക്കെന്നെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷയോടൊപ്പം ഒന്ന് കഴിയാൻ നിങ്ങൾ അനുവാദം നൽകുമോ ഭാര്യമാരെ? മറ്റുള്ള ഭാര്യമാരോട് അനുവാദം തേടുകയാണ് ഹബീബുനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകർക്ക് അനുവാദം കൊടുക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അനുവാദം കിട്ടിയിട്ട് ആയിഷ ബീവിയോടൊപ്പം 8 മുഴം നീളവും 10 മുഴം വീതിയും ചെറിയതാകുന്ന കുടിലിൽ, പുൽപ്പായ വിരിച്ചിരിക്കുന്നതായ ചെറിയ കുടിലിൽ പ്രവാചകൻ അവസാന അന്ത്യനാളുകളെ തള്ളി നീക്കുകയാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇല്ല റസൂലേ ഇല്ലൽ മാ, വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ വീടിന്റെ ഒരു മൂലയ്ക്ക് പോയി പ്രവാചകൻ ചുരുണ്ട് കിടക്കുകയാണ്. ആദരവായ പ്രവാചകൻ ഒരു പരിഭവമില്ല, പരാതിയില്ല, ഒരു വിഷയവും പ്രവാചകൻ പറയുന്നില്ല. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ആയിഷ എനിക്കൊന്ന് സുന്നത്ത് നോമ്പാണ്, ഈ പാവപ്പെട്ട മുഹമ്മദ് ഇന്ന് സുന്നത്ത് നോമ്പ് പിടിച്ചു കൂടുകയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. പ്രവാചകരുടെ ജീവിതം എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ പഠിച്ചു വെക്കണേ. ഇന്ന് സുഭിക്ഷതയുടെ ലോകത്തേക്ക് പടച്ച റബ്ബ് നമ്മളെ വളർത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സമ്പന്നതയുടെ മടിത്തട്ടിലേക്ക് കരുനാഗപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പടച്ച റബ്ബ് നമ്മളെ കൊണ്ടുപോകുമ്പോ അല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഒരിക്കലും മറക്കരുതേ. നമുക്ക് അല്ലാഹു സുന്ദരമായ വീട് നൽകി, നമുക്ക് അല്ലാഹു മനോഹരമായ വാഹനം നൽകി, നമ്മൾ ഇഷ്ടപ്പെടുന്നതായ നല്ല മക്കളെ പടച്ച റബ്ബ് നമുക്ക് നൽകി, എല്ലാവിധ കച്ചവട സമുച്ചയങ്ങളും പടച്ച റബ്ബ് നൽകി. എല്ലാം നമുക്ക് കിട്ടിയിട്ട് പോലും റബ്ബിന് നന്ദി പ്രകാശിപ്പിക്കാത്തവരായി മോശപ്പെട്ട നിലയിലേക്ക് കണ്ണും കാതും ശരീരത്തിന്റെ അവയവങ്ങളും കൊണ്ടുപോകുന്നവരായി ഇന്നത്തെ തലമുറ മാറിയില്ലേ? ഈ രാത്രിയിൽ തന്നെ കള്ളുകുടിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ചെറുപ്പക്കാരെത്ര പേരാണ്? ഈ രാത്രിയിൽ തന്നെ വ്യഭിചാരശാലകളിലേക്ക് പോയതാകുന്ന എത്രയോ മുസ്ലിം അംഗമാർ
ചെറുപ്പക്കാരുണ്ട്, എത്രയോ മുസ്ലിം ചെറുപ്പക്കാരുണ്ട്. ഇതേ രാത്രിയിൽ തന്നെ DJ പാർട്ടികൾ നടത്തപ്പെടുന്നതായ ബാർ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് യാത്ര തിരിച്ചതായ എത്രയോ മുസ്ലിം ചെറുപ്പക്കാരുണ്ട്, സഹോദരങ്ങളുണ്ട്. പഠിച്ചു വെക്കണേ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ വീടിൻ്റെ ഒരു മൂലയ്ക്ക് വന്നുകൊണ്ട് ചുരുണ്ട് കിടക്കുകയാണ്. ആ പ്രവാചകന്റെ കടത്തം കണ്ടപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ തപിച്ചുപോയി. സ്നേഹം കൊടുക്കാൻ എനിക്ക് ആവോളമുണ്ട്, പട്ടിണിയല്ലേ പ്രവാചകനുള്ളൂ. ഞാൻ ചെന്നുകൊണ്ട് പ്രവാചകന്റെ ഒട്ടിയ വയറിലേക്ക് എൻ്റെ കരുതലും കൊണ്ട് ഞാൻ അമർത്തി തടവി. പ്രവാചകന് പതുക്കെ തടവി കൊടുത്തു. ഒട്ടിയ വയറുമായി പട്ടിണി മൂലം വീടിൻ്റെ ഒരു മൂലയ്ക്ക് വന്നുകൊണ്ട് സുന്നത്ത് നോമ്പ് പിടിച്ച്, എന്നാലും സുബഹി നമസ്കാരം പ്രവാചകൻ മുടക്കിയിട്ടില്ല. നമസ്കരിച്ചിട്ട് വീടിൻ്റെ ഒരു മൂലയ്ക്ക് വന്ന് ഒരു പരിഭവമില്ലാതെ കിടക്കുന്ന പ്രവാചകൻ, ചുരുണ്ട് കിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഒട്ടിയ വയറിൽ ഞാൻ എൻ്റെ തണുത്ത കൈകൊണ്ട് തഴുകി തലോടിയെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ലോകത്തോട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപനമുണ്ട്. 3 നേരം സുഭിക്ഷമായി കഴിച്ചിട്ടും വാപ്പ എനിക്കൊന്നും നൽകിയില്ല എന്ന് പറയുന്ന കരുനാഗപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ടതാകുന്ന സഹോദരിമാരെ, 18 നിറകുടങ്ങളാകുന്ന പെൺമക്കള്, മാതാപിതാക്കളെ തനിക്ക് വേണ്ടുന്നതാകുന്ന സർവ്വതം നൽകിയിട്ട് എൻ്റെ വാപ്പ എനിക്കൊരു ചുക്കും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്യമതത്തിൽപ്പെട്ടതാകുന്ന ചെറുപ്പക്കാരോടൊപ്പം ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കറങ്ങി നടന്ന് അഴീക്കൽ ബീച്ചിലും പാർക്കിലും മാളുകളിലും എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളിലും കറങ്ങി നടന്നുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കുറിച്ച് മോശമാകുന്ന കമന്റ് കോടതി മുറിയിൽ വെച്ചുകൊണ്ട് പോലും പരസ്യമായി പറഞ്ഞ്, ഞാൻ ഇന്നലെ കണ്ട കാമുകന്റെ കൂടെ പോവുകയാണെന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞ് അവനോടൊപ്പം ജീവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന പെങ്ങളെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പാഠമാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാ, ഞങ്ങളുടെ ജീവിതത്തിൽ സദാസമയവും പട്ടിണിയായിരുന്നു. ആരുടെ വീടാണെന്ന് ഓർക്കണേ. അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനക കൊട്ടാരമായി തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ് ലോകത്തിന് മുഴുവനും മാതൃക കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ സാക്ഷ്യപ്പെടുത്തുകയാ, മാ ശബിഅ ആല മുഹമ്മദിൻ മിൻ യൗമൈനി ഖുബ്സാ. മുത്തുനബിയുടേതാകുന്ന വീട്ടിൽ 2 ദിവസം തുടർച്ചയായി ഭക്ഷണം ഉണ്ടായിരുന്നില്ല. 2 ദിവസം തുടർച്ചയായി പട്ടിണി, 2 ദിവസം തുടർച്ചയായി ഭക്ഷണം കഴിച്ച ചരിത്രം അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിനുണ്ടായിരുന്നില്ല എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും നല്ലതുപോലെ ഭക്ഷണം കഴിച്ചിട്ടും ഉറക്കം കിട്ടാതെ കൂട്ടുകാരുമായി ബൈക്കിൽ പോയി ഏതെങ്കിലും ഷവർമയോ ഏതെങ്കിലും അൽഫാമോ ഉള്ള കടകളിൽ പോയി അതും കഴിച്ചിട്ട് നല്ല ജ്യൂസും കുടിച്ച് കിടന്നുറങ്ങുന്ന മക്കളുള്ള കാലഘട്ടം. രാവിലെ പ്രഭാതത്തിൽ ചായ കിട്ടിയില്ല എങ്കിൽ ഭാര്യയോട് ദേഷ്യപ്പെടുന്ന ഭർത്താവിൻ്റെ പ്രകൃതമുള്ള കാലഘട്ടം. വൈകുന്നേരം ചായ അല്പം വൈകിപ്പോയാൽ പ്രയാസം പറയുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പാഠമാണ്. 2 ദിവസം തുടർച്ചയായിട്ട് ഭക്ഷണം കഴിച്ച ചരിത്രം മുത്തുനബിയുടെ കുടുംബത്തിനുണ്ടായിട്ടില്ല എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഒരു ദിവസം ഭക്ഷണം കഴിച്ചാൽ അടുത്ത ദിവസം പട്ടിണിയാണ്. ഒരു ദിവസം കിട്ടുന്ന ഭക്ഷണമോ കേവലം ഒരു ഹുബൂസാണ്, ഒരൊറ്റ റൊട്ടി കഷ്ണം മാത്രമാണ്. ആ റൊട്ടിക്ക് എന്താണ് കറി? അൽഫാമല്ല. ആ റൊട്ടിക്ക് എന്താണ് കറി? നല്ല ആവോരി പൊരിച്ചു വെച്ചതല്ല. ആ റൊട്ടിക്ക് എന്താണ് കറി? ഇല്ലൽ ഖല്ലു, സുറക്കയല്ലാതെ മറ്റൊന്നുമില്ല, മറ്റൊന്നുമില്ല. എന്താ കറി? എന്താ? ആകെ ഈ റൊട്ടിയാണ്. ഗൾഫാറ റൊട്ടി അറിയാമല്ലോ, ഒരൽപ്പ ചൂടൊന്ന് വൈകിയാൽ പിന്നെ കഴിക്കൂല, അത്ര കട്ടിയാണ്. ആ ഹുബൂസിൻ്റെ കഷ്ണമാണ് ആകെ ഉള്ളത്. അത് ഇന്ന് കാണുന്ന നമ്മൾ കാണുന്ന ഹുബൂസല്ല, അത് ചൂടോടുകൂടി കഴിക്കാനും നല്ല രസമാണ്. ഇതല്ല, ഷഈറാണ്, തൊലി ഗോതമ്പ്, തൊലിയുടേതാകുന്ന എന്ന് പറഞ്ഞാൽ ഗോതമ്പ്. അത് നല്ലതുപോലെ പേത്തിയിട്ടൊന്നുമല്ല, അതിൻ്റെ സത്തുകളെല്ലാം ഉണ്ടാവും. നല്ല കട്ടിയുള്ളതാകുന്ന റൊട്ടിയാണ് ഗോതമ്പിൻ്റെ. അതൊരൽപ്പം എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിനാഗിരിയിൽ മുക്കിയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ഹബീബ് മുഹമ്മദ് മുസ്തഫ
നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഹദീസുണ്ട്, നബീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിഅമൽ ഉദുമുൽ ഖല്ലൂ, എത്ര നല്ല കറിയാണ് ആയിഷായി സുറുക്കായി വിനാഗിരി എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വിനാഗിരി കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴേ അതിൽ മുക്കിയിട്ട് റൊട്ടി കഴിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞ ഡയലോഗാണിത്. എന്ത്? നിഅമൽ ഉദുമുൽ ഖല്ലൂ, എത്ര നല്ല മനോഹരമായ കറിയാണ് ആയിഷായിര്. വിനാഗിരി മാത്രം കൊണ്ടുവന്ന് കയ്യിലൊഴിച്ചു കൊടുക്കുമ്പോൾ അതിലൊരൽപ്പം റൊട്ടി മുക്കി കഴിച്ച മുത്തുനബി, പട്ടിണിയിലൂടെ ജീവിതമൂട്ടിയ പ്രവാചകൻ, ഈ ലോകത്തുള്ള സർവർക്കും സുഭിക്ഷത കിട്ടാൻ ആഗ്രഹിച്ച പ്രവാചകൻ, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ അവസാന നാളുകളിൽ പോലും സക്കറാത്തിന്റെ ഹാലിൽ പോലും ഉമ്മത്തി എന്ന് മന്ത്രിച്ച പ്രവാചകൻ, സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞതിങ്ങനെയാണെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ഈ വിനാഗിരി മുക്കി കഴിക്കാൻ പല പരാതിയുണ്ടോ? ഒരു പരാതിയില്ല. ഇവിടെ കറി കിട്ടിയില്ലെങ്കിൽ തീർന്ന് അന്ന് ബഹളമാണ് ഭർത്താവ്. ബദർ യുദ്ധം, അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആ കറിയിൽ അല്പം ഉപ്പ് കൂടിപ്പോയാലോ എരിവ് കൂടിപ്പോയാലോ ആ പാത്രത്തോടെ എടുത്തുകൊണ്ട് എറിയും. ഞാനിവിടെ കഴിക്കണ്ട, ഒച്ചപ്പാടും ബഹളവും. ആണോ അല്ലയോ? ആണ്. നിങ്ങൾ തന്നെ തലയാട്ടണം, പുരുഷന്മാർ തന്നെ, എങ്കിലേ അപ്പുറത്ത് പെണ്ണുങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ചെറിയ വിഷയത്തിന്മേൽ പിണങ്ങി നിൽക്കുന്ന ആളുകൾ അല്ലേ, അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. വലിയ വിഷയമാണത്. കറിയില്ല എന്ന് പറഞ്ഞ് ബഹളം വെക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, മാറി നിൽക്കുക. പുരുഷന്മാരാണ് യഥാർത്ഥത്തിൽ വില്ലന്മാർ. കാരണം എന്താ? ഒരു വീട്ടിൽ നാളെ രാവിലെ എന്ത് ഭക്ഷണമാണെന്ന് തീരുമാനിക്കുന്നത് അധികാരാൻ ആരാൻ? പുരുഷനാണ്. അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് കൊണ്ട് രാവിലെ അവനിണങ്ങിയ ഭക്ഷണം. അതിനുവേണ്ടി അവൻ ചില സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. രാവിലെ നമുക്ക് ഒറോട്ടിയും ഇറച്ചിക്കറിയാക്കാം. ആരുടെ തീരുമാനമാണ്? ആരുടെ തീരുമാനം? ഭർത്താവിൻ്റെ തീരുമാനമാണ്. യഥാർത്ഥത്തിൽ ഭാര്യയ്ക്ക് രാവിലെ നല്ല ദോശയും സാമ്പാറും കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഈ പരിപരുത്ത ഹൃദയമുള്ള ഭർത്താവിനോട് എങ്ങനെ പറയൂ? ഇത് വലിയ വിഷയം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പരാതിയും പരിഭവമില്ലാതെ കുടുംബം കൊണ്ടുപോകുന്നതിൽ മുഖ്യ പങ്ക് ആർക്ക് വഹിക്കുന്നുണ്ട്? ഭാര്യമാർ വഹിക്കുന്നുണ്ട്. മനസ്സിലാക്കണം. നമ്മളെപ്പോഴും നമ്മുടെ ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ രാവിലെ ശനിയാഴ്ച രാവിലെ പോയി അല്ലെങ്കിൽ ഞായറാഴ്ച ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വരും. കാരണം എന്താ? അത് വാങ്ങാനുള്ള ആഗ്രഹം എന്താ? നിൻ്റെ മനസ്സിലൊരാഗ്രഹമാണ് എന്ത്? അത് വാങ്ങിച്ചുകൊണ്ട് വരാം. ഇന്നിപ്പോൾ അതാണ് കിട്ടുക. നമുക്കത് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ നമ്മളത് കൊണ്ടുവരും. നമുക്ക് പല്ലുവേദനയാണെങ്കിൽ പിന്നെ ആ ഇറച്ചിയില്ല, ഒന്നുമില്ല. അങ്ങനെ ആകാൻ പാടില്ല. അവരുടെയും ആഗ്രഹങ്ങൾ കൂടി പരിഗണിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നബീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, 3 ദിവസമായി തുടർച്ചയായി ഞങ്ങളുടെ വീട്ടിൽ ഒരിക്കൽ പട്ടിണി വന്നു. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. വെള്ളമില്ലാതെ മറ്റൊന്നുമില്ല. ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലെ അവസ്ഥയാണ്. 3 ദിവസം തുടർച്ചയായി മദീനയിലുള്ളപ്പോൾ ഒരിക്കൽ പട്ടിണിയിലാണ്. അവസാനം പ്രവാചകന്റെ ഒരു കൂട്ടുകാരൻ വീട്ടിലേക്ക് കൊണ്ടുവരുകയാണ്. ഒരു ആടിൻ്റെതാകുന്ന തുടയല് കൊണ്ടുവന്നു. ഈ പട്ടിണിയുള്ള സമയത്തൊന്നും ഒരു പരിഭവം പറയുന്നില്ല. അത് ചിന്തിക്കേണ്ടത്. ഇന്ന് പെണ്ണുങ്ങളാണെങ്കിൽ പട്ടിണിയാണെങ്കിൽ അപ്പം തന്നെ വാട്സാപ്പിൽ നല്ല കാലി പ്ലേറ്റിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് വെക്കും. അപ്പം തന്നെ ആളുകൾ ചോദിക്കും, എന്താണ് കാലി പ്ലേറ്റ്? പതിവില്ലാതെ മൊത്തം പട്ടിണിയാണ്, ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് ആകെ ബഹളം അല്ലേ. നോക്കൂ നിങ്ങൾ, നബീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ 3 ദിവസം പട്ടിണിയാണ്, തുടർച്ചയായി പട്ടിണി. വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല. ഒരു പരാതിയില്ല, ഒരു പരിഭവമില്ല. അയൽക്കാരെ അറിയിക്കുന്ന പോലുമില്ല. പഴയ തുണി കൊണ്ടുവന്ന് അടുപ്പിൽ കൊണ്ടുവന്ന് കത്തിക്കും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ. എന്തിനാ? അയൽവാസികളാകുന്ന ആളുകൾ തെറ്റിദ്ധരിക്കട്ടെ, പ്രവാചകൻ്റെ വീട്ടിൽ ഇന്നും സുഭിക്ഷതയാണെന്ന് കരുതിക്കോട്ടെ എന്നറിയിക്കാൻ. കാരണം ഈ അടുപ്പിൽ നിന്ന് പുക വെളിയിലേക്ക് വരുമ്പോൾ അയൽവാസികൾ പറയും, അവിടെ പുക കാണുന്നുണ്ട്, അപ്പോൾ ഇന്നവിടെ നബിയുടെ വീട്ടിൽ സാധനം എന്തോ ഉണ്ട്, കഴിക്കാനുണ്ട് എന്ന് കരുതിക്കോട്ടെ എന്ന് കരുതി പഴയ തുണി പരതും. ആര്? ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. നോക്കൂ നിങ്ങൾ, എത്ര വലിയ സ്നേഹത്തിലും സന്തോഷത്തിലും, ആരോടും പരിഭവമില്ല.
ഒരു കൂട്ടുകാരോടോ നാട്ടുകാരോടോ ഒരാളോടും ഒരു പരിഭവം പറയുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാട്സാപ്പിലൂടെ അറിയിപ്പില്ല, ഒന്നുമില്ല, ആരോടും അറിയിക്കുന്നില്ല. മുത്തുനബിയോടൊപ്പമുള്ള ജീവിതമല്ലേ. 3 ദിവസം കഴിഞ്ഞ് ഒരാൾ കൊണ്ടുവന്ന ഒരാടിൻ്റെ ചെറിയൊരു തുടയിൽ കൊണ്ടുവന്ന് കൊടുത്തു. എനിക്ക് ശ്രദ്ധിക്കണേ, ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആ തുടയല് വാങ്ങിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ മുന്നിലേക്ക് നീട്ടിയിട്ട് പറഞ്ഞു, കുലിയ ആയിഷ, ആയിഷ നീ കഴിക്കണേ ആയിഷ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബിയേ നബിയേ, ഇല്ല റസൂലേ, തങ്ങൾ കഴിക്കാതെ ഞാൻ കഴിക്കൂല റസൂലേ. കാരണം ഞാനും തങ്ങളും പട്ടിണി 3 ദിവസം ഒരുമിച്ചാണ് നേരിട്ടത്. എൻ്റെ ഭർത്താവ് കഴിക്കാതെ ഞാൻ കഴിക്കൂല എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അങ്ങനെയല്ലേ? ഇന്നും അങ്ങനെയാണല്ലോ. ആരാ ആദ്യം ഇരുന്ന് കഴിക്കുക? ആരായിരിക്കുക? ഭർത്താവ് ഇരിക്കും. കല്യാണത്തിൻ്റെ ആദ്യത്തെ 2-3 ദിവസം ഭയങ്കര ഇതാണ്, തേനെ പാലേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ്, ഭയങ്കര ചുണ്ടയിലൊട്ടിയിൽ. പിന്നെ അല്ലാ പിന്നെ നേരത്തെ ഇരിക്കാൻ പോലും, നീ ഇതിനിപ്പോയിരുന്നു കഴിഞ്ഞിരുന്നു ഇവിടെ. 2-3 കുട്ടികളായി കഴിയുമ്പോൾ സംസാരത്തിൻ്റെ രൂപം മാറിയിരിക്കുകയാണ്. അതേപോലെയുള്ള ഒരുമിച്ചിരുന്നു കൊണ്ടുള്ള ഭക്ഷണം കഴിപ്പില്ല. മുമ്പ് അങ്ങോട്ട് കൊടുത്തിരുന്നു, തിരിച്ചിങ്ങോട്ട് നൽകിയിരുന്നു, അതില്ല. എല്ലാത്തിനും വിള്ളൽ വന്നുപോയി അല്ലേ? എന്താണ് നമ്മുടെ സമൂഹത്തിന് പറ്റിയത്? അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങൾ ശൈഥില്യപ്പെട്ടു പോയി. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ പ്രവാചകരെ നിർബന്ധിച്ചു നോക്കി, പക്ഷേ നബി തങ്ങൾ സമ്മതിക്കുന്നില്ല. കാരണം 3 ദിവസമായിട്ട് പട്ടിണിയാണ്. അവസാനം എൻ്റെ ഭർത്താവ് നിർബന്ധിച്ചെനിക്ക് നൽകി. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മുത്തുനബിയുടെ നിർബന്ധ നിമിത്തമായിട്ട് ഒരൽപ്പം മാംസം ഞാൻ ആടിൻ്റെ തുടയലിൽ നിന്ന് ഒരൽപ്പം കടിച്ചു. പ്രവാചകന് ഞാനത് തിരിച്ചു കൊടുത്തു. എൻ്റെ കണ്ണ് വല്ലാതെ പ്രവാചകന്റെ മുഖത്തേക്ക് ഉടക്കി. കാരണം നബിതങ്ങൾ എവിടെയാണ് ചുണ്ടുവെക്കുന്നത്? ഞാൻ കടിച്ചതാകുന്ന ഭാഗത്ത് പ്രവാചകൻ തന്നെ പല്ലുകൾ ചേർക്കുമോ? എനിക്ക് തെറ്റിയില്ല. സുബ്ഹാനല്ലാഹ്. നബിതങ്ങളല്ലേ കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ മാതൃക. എന്റെ കുടുംബത്തോട് ഏറ്റവും വലിയ ബന്ധപ്പെട്ടവൻ, അവർക്ക് വേണ്ടുന്ന കടമകൾ പൂർത്തീകരിച്ചവൻ ഞാനാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എവിടെയാണോ കടിച്ചത് അതേ സ്ഥലത്ത് തന്നെ വാ ചേർത്ത് കടിച്ചപ്പോ ഫബകൈതു ബുകാഅൻ ശദീദാ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ വല്ലാതെ പൊട്ടിക്കരഞ്ഞു പോയി. എനിക്ക് വല്ലാതെ കരച്ചിൽ വന്നു. ഞാൻ കരയുമ്പോൾ പ്രവാചകൻ എന്നെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു, ആയിഷ എന്തിനാണ് കരയുന്നത്? ഈ പാവപ്പെട്ട മുഹമ്മദിനോടൊപ്പമുള്ള ജീവിതം നീ മടുത്തുവോ? 3 ദിവസം പട്ടിണി കിടന്നപ്പോ നിനക്ക് വല്ലാത്ത പരിഭവമുണ്ടോ ആയിഷ? ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇല്ല നബിയേ, ഹുബ്ബുക ഫിയ യാ റസൂലല്ലാഹ്. പാവപ്പെട്ട അബൂബക്കറിന്റെ മകളാകുന്ന ഈ ആയിഷയോടുള്ള സ്നേഹം, ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എന്നോടുള്ള കടമതങ്ങൾ പൂർത്തീകരിക്കുന്നത് കണ്ടപ്പോ ഞാൻ വാവച്ച സ്ഥലത്ത് തന്നെ തങ്ങൾ ഈ പട്ടിണിയുടെ സമയത്ത് പോലും അതുപോലും ശ്രദ്ധിച്ചുകൊണ്ട് അതേ സ്ഥലത്ത് തന്നെ തങ്ങൾ കടിക്കുന്നത് കണ്ടപ്പോ എന്നോടുള്ള സ്നേഹം വല്ലാതെ എൻ്റെ മനസ്സിൽ ഉലച്ചുണ്ടാക്കി. എനിക്ക് വല്ലാതെ കരച്ചിൽ വന്നു പോയത് അതാണെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുമ്പോൾ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്തുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മകുടോദാഹരണമായി ലോകത്തിൻ്റെ നായകന് പറയുന്നു, ആയിഷ അബൂബക്കറിന്റെ മകളായതുകൊണ്ട് മാത്രമല്ല, നീ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ കൂടിയാണ്. ഒരു ഭർത്താവ് തന്നെ ഭാര്യയോടുള്ള കടമകൾ നിർവഹിക്കേണ്ടതിൽ പെട്ടതാണ് ഞാൻ ഈ നിർവഹിച്ചത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ വെറുതെ പറച്ചിൽ മാത്രമല്ല പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. 63-ാമത്തെ വയസ്സിലാണ് പ്രവാചകർ വഫാത്ത്
വഫാത്താകുന്നത്. വിവാഹം കഴിഞ്ഞ് 2-3 കൊല്ലങ്ങൾക്കിടയിൽ തന്നെ ഡൈവോഴ്സ് ആകുന്നവരെ, 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 2 ധ്രുവത്തിലേക്ക് മാറിക്കടക്കാൻ താല്പര്യപ്പെടുന്നവരെ, ആദരവായ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യമാരടുക്കൽ എല്ലാ ദിവസവും പോകുന്നുവെന്ന് മാത്രമല്ല, വഫാത്താകുന്ന വേളയിൽ 9 ഭാര്യമാരുണ്ട്. ആ 9 ഭാര്യമാരെയും സംതൃപ്തിപ്പെടുന്ന ജീവിതം പ്രവാചകന് കാഴ്ചവെച്ചു എങ്കിൽ, ഒരൊറ്റ ഭാര്യയെ കൊണ്ട് തന്നെ ഇടങ്ങേറാണ് ഉസ്താദ് എന്ന് പറയുന്നവരെ, അവളുമായിട്ടുള്ള ജീവിതം ഞാനിനി ആഖിറത്തിൽ പോലും ആഗ്രഹിക്കുന്നില്ല എന്ന് വിളിച്ചു പറയുന്ന ചെറുപ്പക്കാരെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. തെറ്റ് നിന്റെ ജീവിതത്തിലുണ്ട്, നീ മാതൃകാ പുരുഷനാകണം, നീ പ്രവാചകന്റെ ജീവിതം പഠിച്ചെടുക്കണം. 63-ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ ആ പ്രവാചകൻ കടന്നത് മദീനയിലെ മിമ്പറിൽ തലവെച്ച് കടന്നിട്ടല്ല. ആ പ്രവാചകൻ വഫാത്താകുന്നത് മദീനയിലെ മെഹ്റാബിൽ തലവെച്ച് കടന്നിട്ടല്ല. എൻ്റെ വീടിൻ്റെയും പരിശുദ്ധ മിമ്പറിൻ്റെയും ഇടയിലുള്ള റൗള എന്ന പരിശുദ്ധമായ സ്വർഗീയമാകുന്ന ഉദ്യാനമാണെന്ന് പഠിപ്പിച്ച സ്ഥലത്ത് തലവെച്ച് കടന്നിട്ടല്ല. മറിച്ച് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വീടാകുന്ന ആയിഷ ബിയുടെ വീട്ടിൽ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ തലവെച്ച് കടന്നിട്ടാണ് ആദരവായ പ്രവാചകൻ വഫാത്താകുന്നത്. ചരിത്രം പറഞ്ഞു നോക്കി സഹോദരങ്ങളെ, 1,24,000 അംബിയാ മുർസലീങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അവർക്കെല്ലാം മാതൃകയായി, കഴിഞ്ഞുപോയ സമൂഹത്തിനും വരാനിരിക്കുന്ന ജനകോടികൾക്കും മാതൃകയായി, തൻ്റെ കുടുംബജീവിതം മകളോ ഉദാഹരണമായി ഉദാത്തമായി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവസാന നാളുകളിൽ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ അനുവാദം വാങ്ങി ആയിഷ ബീവിയോടൊപ്പമുള്ള ജീവിതം നയിക്കവേ വഫാത്തിൻ ഒതുക്കണം. നമ്മൾ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാ ഞാൻ പറഞ്ഞത്, വിവാഹം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞില്ല, അപ്പോഴേ മഹല്ലി കേസെത്തി, എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണം. അതാണ് നമ്മുടെയൊക്കെ ബന്ധം. 9 ഭാര്യമാരുണ്ട് വഫാത്താകുമ്പോൾ, ഒരാൾക്കും ഒരു പരിഭവം ഇല്ല. പരിഭവം ഇല്ലെന്ന് മാത്രമല്ല, ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കൊണ്ടുവന്ന് പരിശുദ്ധമാക്കപ്പെട്ട എൻ്റെ വീടിൻ്റെ അകത്തളത്തിൽ കബറടക്കിയിട്ട് സ്വഹാബത്ത് ഇങ്ങനെ കരഞ്ഞിട്ട് പോകുമ്പോൾ, ദുആ ചെയ്ത് പോകുമ്പോൾ ഒരാൾ വിളിച്ചു ചോദിച്ചു, കൈഫ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ അഹ്ലിഹി, എങ്ങനെയായിരുന്നു നബി തങ്ങൾ വീട്ടിൽ പെരുമാറിയിരുന്നത് ഒന്ന് പറഞ്ഞു തരുമോ ഉമ്മ? മുഅ്മിനീങ്ങളുടെ മാതാവേ, ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരുമോ ആയിഷ ഉമ്മ? ഉമ്മഹാത്തുൽ മുഅ്മിനീകളിൽപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി, പ്രവാചകന് സദാസമയത്തും കുടുംബത്തെ സഹായിച്ചുകൊണ്ട് വീട്ടിലുണ്ടാകുമായിരുന്നു. വൈദാ ഹദറത്തി സ്വലാത്തു ഖറജ ഇലൽ മുസല്ലാ, പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ബാങ്ക് മുഴക്കുമ്പോൾ മാത്രമാണ് പള്ളിയിലേക്ക് കയറുക. അല്ലാത്ത സദാസമയത്തും വീട്ടിലുണ്ട്, ഞങ്ങളുടെ കുടുംബത്തെ സഹായിക്കുമായിരുന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ